എല്ലാവർക്കും മനാരോഗ്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഡിസ്കഷനിലോട്ട് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനെയും മെന്റൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്, സ്കിൽസ് മുതലായവ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതായിരിക്കും. അവ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദവുമായിരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലോട്ടും ഈ വിജ്ഞാനപ്രദമായ അറിവുകൾ എത്തിക്കുന്നതിനായി അത് ഷെയറും ചെയ്യുക. എൻ്റെ അടുത്ത് പേഷ്യൻസ് വന്നിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, സർ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാം, പക്ഷേ ഇമോഷൻസ് വളരെയധികം വരുന്ന സമയത്ത് ഇത് ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ, ഓൺ ദ വേർഡ്സ് ഓഫ് ദാറ്റ് ഇമോഷൻ, ഡിഫിക്കൽട്ട് ടൈമിൽ ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിയാക്ട് ചെയ്ത് പോകുന്നു. ഒരു പക്ഷേ ആ സമയത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ തോട്ട് ബയാസസ്, അതായിട്ടുള്ള നിങ്ങളുടെ ചിന്താ വൈരുദ്ധ്യങ്ങൾ, ഉദാഹരണത്തിന് ഓൾ ഓർ നത്തിങ് തിങ്കിങ്, ഓവർ ജനറലൈസേഷൻ, കാറ്റാസ്ട്രോഫൈസേഷൻ, മൈൻഡ് റീഡിങ് മുതലായ തരത്തിലുള്ള തോട്ട് ബയാസസ് അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിന് വഴങ്ങിക്കൊണ്ടായിരിക്കും. ശരിയാണ്, ഭയങ്കരമായിട്ട് ഇമോഷണലി ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റേഷണലായിട്ട് തിങ്ക് ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. പക്ഷേ അത്തരത്തിലുള്ള ഇമോഷൻസ് പതുക്കെ മാറിപ്പോയതിന് ശേഷം നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്തത്. നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ തോട്ട് ബയാസിന് വഴങ്ങിപ്പോയോ? അതിന് ആനുപാതികമായി, അതിന് അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലാണോ നിങ്ങളവിടെ പെരുമാറിയത് എന്ന് ചിന്തിച്ചൊന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ തിരിച്ചറിവ് വരും പ്രാവശ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇമോഷൻസ് വരുമ്പോൾ നിങ്ങളെ കൂടുതൽ തത്സമയം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്ത് ചിന്തിച്ച് റിയാക്ട് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. തുടക്കത്തിൽ ഇമോഷൻസ് വരുമ്പോൾ നിങ്ങൾ അതിന് കീഴ്പ്പെട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ അതിനുശേഷം നിങ്ങൾ ചിന്തിച്ച് നിങ്ങളതിനെ മനസ്സിലാക്കി നിങ്ങൾ അവിടെ ഉണ്ടാകുന്ന റിയലൈസേഷൻ പതിയെ റിയൽ ടൈമിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇമോഷണലി ഇതുപോലെ ചലഞ്ചഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സഹായത്തിന് വരും. അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് തത്സമയത്ത് ഉപയോഗിക്കാനായി സാധിക്കുക തന്നെ ചെയ്യും. സോ തോട്ട് ബയാസിനെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക. അത് നിങ്ങളെ വരും സമയങ്ങളിൽ ഓൺ ദ സ്പോട്ടിൽ അതിനെ കൂടുതൽ ലോജിക്കലായും കൂടുതൽ ഹെൽത്തിയർ ആയിട്ടുള്ള രീതിയിലും ഡീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. കേട്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങളുടെ ഉറ്റവരിലോട്ട് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ, ഗുഡ് ഡേയ്സ്.